ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീം പ്രഖ്യാപനത്തെ ചൊല്ലി വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ ഇംഗ്ലണ്ടുമായി T20 പരമ്പരയ്ക്കായി ടീം ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. 5 മത്സര പരമ്പരയിലെ ആദ്യ മത്സരം നാളെ രാത്രി 7-ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ നടക്കും. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പ്രധാന താരങ്ങളെ ഒഴിവാക്കി യുവതനിയുമായിട്ടാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഇറങ്ങുന്നത്. പേസർ മുഹമ്മദ് ഷമിയുടെ രാജ്യാന്തര ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ്, ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ടീമിൽ നിന്ന് തഴയപ്പെട്ട സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ് എന്നീ താരങ്ങളുടെ പ്രകടനം, T20 ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ യുവതാരങ്ങൾക്കുള്ള അവസരം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഈ പരമ്പരയിലുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെട്ട സഞ്ജു സാംസന് ഈ പരമ്പര നിർണായകമാകും. ഈ ടീമിൽ മാറ്റം വരുത്താൻ ഫെബ്രുവരി 13 വരെ സമയമുള്ളതിനാൽ T20 പരമ്പരയിൽ മികവ് തെളിയിച്ചാൽ സഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ടീമിലെത്താൻ വിദൂര സാധ്യതയുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ T20 പരമ്പരയിൽ 2 സെഞ്ചുറി ഉൾപ്പെടെ തിളങ്ങിയ സഞ്ജു ഇംഗ്ലണ്ടിനെതിരെയും ഓപ്പണർ റോളിൽ കളിക്കും. 14 മാസങ്ങൾക്ക് ശേഷമാണ് രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് മുഹമ്മദ് ഷമി തിരിച്ചെത്തുന്നത്. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെത്തിയ ഷമി പരിശീലനം ആരംഭിച്ചു. കാൽമുട്ടിനേറ്റ പരുക്കും തുടർന്നുണ്ടായ ശസ്ത്രക്രിയയും കാരണമാണ് 1 വർഷത്തിലേറെയായി ഷമി രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിട്ടുവന്നത്. കഴിഞ്ഞ മാസം ആഭ്യന്തര ക്രിക്കറ്റിൽ പങ്കെടുത്ത ഷമി ഫിറ്റ്നസ് തെളിയിച്ചിരുന്നു. എന്നാൽ പഴയ വേഗവും ലൈൻ ആൻഡ് ലെങ്തും നേടാൻ ഷമിക്ക് സാധിച്ചിട്ടില്ല. ദേശീയ ടീമിനൊപ്പമുള്ള പരിശീലന സെഷനിലും ഷമി ഫുൾ റണ്ണപ്പിൽ പന്തെറിഞ്ഞിരുന്നില്ല. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.